നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിന്റെ ചാരത്തേക്ക് നമ്മുടെ മക്കളും നമ്മുടെ ബന്ധപ്പെട്ടവരും എല്ലാവരും കടന്നു വരണമെങ്കിൽ ഇന്ന് നമ്മൾ പറയണം നമ്മുടെ മക്കളോട്, മക്കളെ എൻ്റെ വാപ്പ ഇന്ന് പള്ളിക്കാട്ടിലുണ്ട് കേട്ടോ, എൻ്റെ ഉമ്മ ഇന്ന് ആറടി മണ്ണിലാണ്, ഖബറിലാണ്. അവിടെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് നീ ഒരു യാസീൻ ഓതനട്ടോ, നീ ഒരു ഫാത്തിഹ ഓതനട്ടോ. വെള്ളിയാഴ്ച നീ പള്ളിക്ക് പോകുമ്പോ എൻ്റെ വാപ്പാന്റെ ഉമ്മാന്റെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് നീ പള്ളിക്കൊക്കെ ഒന്ന് കയറാൻ പാടുള്ളൂ എന്ന് നമ്മുടെ മക്കളോട്, എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് പറയാൻ കഴിയണം. എന്നിട്ട് അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കണം. എന്ന നാളെ നമ്മൾ മരിച്ചാൽ നമ്മുടെ പേരമക്കളോട് നമ്മുടെ മക്കൾ പറയും, മോനെ എൻ്റെ ഇന്ന് വാപ്പ ഇന്ന് ആരുടെ മണ്ണിലാണ്, എൻ്റെ ഖബറ്, അവരുടെ ഖബറ് വിശാലമാകാൻ നീ ഒന്ന് ദ്വാരിക്കണട്ടോ, അവിടെ ഖബറിന്റെ ചാരത്ത് നീ ഒന്ന് ചെല്ലണട്ടോ എന്ന് നമ്മുടെ മക്കള്, എൻ്റെ പ്രിയമുള്ള അവരുടെ മക്കളോട് പറയും. അവരും വന്നിട്ട് നമ്മുടെ ഖബറിന്റെ ചാരത്ത് അവരും നിൽക്കണ്ടേ അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ കൂട്ടിയിട്ട് നമ്മുടെ വാപ്പാനെയും ഉമ്മാനെയും ഖബറിന്റെ ചാരത്ത് ചെല്ലണം. ദീനീ ബോധം നമ്മുടെ മക്കൾക്ക് കൊടുക്കും. നമ്മൾ പ്രവർത്തനത്തിലൂടെ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ വഅദ് എന്ന് പറയുന്നത്. പറയുന്നതിനേക്കാൾ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ട് കാണിക്കുന്നതാണ്. അല്ലാഹു തആല തൗഫീഖ്